ഹലോ, ഇന്ന് നമുക്ക് സിനിമ ഡയലോഗിലൂടെ ഹിന്ദി പഠിക്കാം. ചാന്ത് പൊട്ട് എന്ന സിനിമയിലെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് ഇത്. ആ യൂസ്ലെസ് മനുഷ്യനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കൂ. ഇത് ഭാവന പറയുന്നതാണ് ദിലീപിനെ പറ്റി. वो बेकार आदमी को किसी भी तरह से इधर से भेज दो. वो बेकार ആദ്മി എന്ന് പറഞ്ഞാൽ ആ യൂസ്ലെസ് മനുഷ്യൻ എങ്ങനെയെങ്കിലും കിസി ബി തരസെ ഇധർ സെ ഭേജ് ദോ, ഇവിടെ നിന്ന് ഓടിക്കൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞയക്കൂ. ഫ്രെഡി എന്നെ വഴക്ക് പറയും. ഫ്രെഡി മുജെ ഡാണ്ടേഗ. ഡാണ്ടേഗ എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്ന. ഈ ഫ്രെഡി എന്ന് പറഞ്ഞത് ബിജു മേനോനാണ്, ഭാവനയുടെ ആങ്ങളയായിട്ട് ജോലി ചെയ്യുന്നു. ഫ്രെഡി എന്നെ വഴക്ക് പറയും. ഫ്രെഡി മുജെ ഡാണ്ടേഗ. ഡാണ്ടേഗ എന്ന് പറഞ്ഞാൽ വഴക്ക് പറയും. ഈ ദിലീപാണ് ഇത് പറയുന്നത്. ഫ്രെഡി മുജെ ഡാണ്ടേഗ. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ സച്ച് കഹൂൻ തോ മേ ദൂസറോ കെ ആകെ. സച്ച് എന്ന് പറഞ്ഞാൽ സത്യം, കഹൂൻ തോ പറഞ്ഞാൽ, മേ ദൂസറോ കെ ഞാൻ മറ്റുള്ളവരുടെ, ആകെ എന്ന് പറഞ്ഞാൽ മുന്നിൽ, സാമനെ എന്നും പറയട്ടോ. ആകെ എന്ന് പറഞ്ഞാലും സാമനെ എന്ന് പറഞ്ഞാലും ഒക്കെ മുന്നിൽ നിന്ന് തന്നെ അർത്ഥം. സച്ച് കഹൂൻ തോ മേ ദൂസറോ കെ ആകെ. സന്തോഷ അഭിനയിക്കുക പറയുന്നില്ല, സന്തോഷം അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ കുശോനക്ക നാടക കർത്ത. സന്തോഷത്തിലിരിക്കുന്നതിനാണ് പറയുന്ന കുശോന. കുശോന എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചിരിക്കുക. കുശോനക്ക നാടക കർത്ത സന്തോഷവാനായിട്ട് അഭിനയിക്കുകയാണ് ഞാൻ, ദിലീപ് പറയുന്നതാണ്. ഫ്രെഡി ആള് നല്ലവനാ. ഫ്രെഡി എക് അച്ഛാ ഇൻസാൻ ഹെ. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ആള്, ആദ്മി. ഇതിന് അച്ഛാ ആദ്മി ഹെ എന്നും പറയാം. അച്ഛാ ആദ്മി എന്ന് പറഞ്ഞാലും അച്ഛാ ഇൻസാൻ എന്ന് പറഞ്ഞാലും ഒന്ന്, നല്ലൊരു മനുഷ്യനാണ്. ഫ്രെഡി ആള് നല്ലവനാ. ഫ്രെഡി ഏക്ക് അച്ഛാ ഇൻസാൻ ഹെ. പക്ഷെ പെങ്ങൾ അത്ര പോരാ, ആ റോസി. ലേക്കിൻ ബഹൻ ഉത്തനി അച്ചീനി ഹെ. പെങ്ങൾ എന്ന് പറയുന്നത് ബഹൻ, ബിജു മേനോനാണല്ലോ ഫ്രെഡി, അവന്റെ പെങ്ങൾ എന്ന് പറയുമ്പോ ഭാവന. ബഹൻ ഉത്തനി അച്ചീനി ഹെ, പെങ്ങൾ അത്രയ്ക്ക് നല്ലതല്ല. ബോ റോസി, ആ റോസിയിലെ ആ റോസി പെങ്ങൾ അത്രയൊന്നും നല്ലതല്ല. ദിലീപിനെ എപ്പോഴും അങ്ങനെ അവള് ഇതാക്കിക്കൊണ്ടിരിക്കും, ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് കാണുമ്പോൾ കുമാരൻ എന്നെ പങ്കായത്തിൽ അടച്ച കാര്യം പിന്നെയും ഓർമ്മ വരുവാ. ഇതൊക്കെ സ്പോക്കൺ ലാംഗ്വേജ് ആട്ടോ. വരും എന്നുള്ളതിന് വരുവാ, പിന്നെയും, പിന്നെയും എന്നുള്ളതിന് പിന്നെയും ഒക്കെ. ഇത് കാണുമ്പോൾ കുമാരൻ എന്നെ പങ്കായത്തിൽ അടച്ച കാര്യം പിന്നെ ഓർമ്മ വരുവാ. ഇതൊരു സ്പ്ലിറ്റ് ആയിട്ട് ഞാൻ മീനിങ് പറയാട്ടോ. എന്നെ പങ്കായത്തിൽ അടച്ച കാര്യം, മുജെ ബക്സാമേ ബന്ദ് കിയ വാല ബാത്ത്. എന്നെ എന്ന് പറഞ്ഞാൽ മുജെ, ബക്സ എന്ന് പറഞ്ഞാൽ ബോക്സ്. പങ്കായത്തിന് എക്സാക്ട് ഹിന്ദി വേർഡ് ഇല്ല, അതുകൊണ്ട് അതിനാ ബക്സ എന്ന് എടുത്തത്. ബക്സ എന്ന് പറഞ്ഞാൽ അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ്. ബന്ദ് കിയ വാല ബാത്ത്, എന്നെ അടച്ച കാര്യം. ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം. ബന്ദ് കിയ വാല ബാത്ത്, അടച്ച കാര്യം. പിന്നെയും ഓർമ്മ വരുവാ, ഫിർ യാദാത്ത ഹെ. അപ്പൊ അവനെ പണ്ട് ചെറുപ്പത്തിൽ അവനെ പങ്കായത്തിൽ അടച്ചു വെച്ചിരുന്ന കുരുത്തക്കോട് കാണിച്ചപ്പോ ആ കാര്യമാണ് അവനിപ്പോ ഈ ഫ്രെഡിയുടെ ഒക്കെ വീട്ടിൽ വന്നപ്പം തോന്നുന്നത്. പിന്നെയും ഓർമ്മ വരുക, ഫിർ യാദാത്ത. ഇവിടെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻ ഉണ്ട്. ഭാവനയ്ക്ക് ഇഷ്ടമല്ല അവൻ അങ്ങോട്ട് കയറി വന്നത്. ബിജു മേനോന്റെ ഇഷ്ടത്തിന് ആണ് അവിടെ താമസിക്കുന്നത്. പിന്നെയും ഓർമ്മ വരുക, ഫിർ യാദാത്ത ഹെ. അപ്പം ഭാവന ഒരു പണിയെടുക്കുന്നിടത്തിലേക്ക് കയറി വന്നിട്ട് ജൽദി കരോ സന്ദീപ്, ഇവനെ കേൾപ്പിക്കാനാണ് പറയുന്നത്. ജൽദി കരോ സന്ദീപ്. സന്ദീപിനോടാ പറയുന്നത്, പക്ഷെ ദിലീപിനെയാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ചെയ്യോ സന്ദീപ്, ജൽദി കരോ സന്ദീപ്. സന്ദീപ് നോർത്ത് ഇന്ത്യക്കാരനായിരിക്കും അവൾ, അതുകൊണ്ട് ഹിന്ദിയിലാണ് അവനോട് പറയുന്നത്. അപ്പം അവളെ കേൾപ്പിക്കാൻ വേണ്ടി ദിലീപ് പറയുന്നതാണ്, ഈ ചമേലി പെണ്ണുങ്ങളില്ലേ, ഏ ഗിർഗിട്ട് ഔരത്തെ ഹേന. ഗിർഗിട്ട് ഔരത്തെ എന്ന് പറഞ്ഞാൽ ചമേലി പെണ്ണുങ്ങൾ. അപ്പൊ അവന്റെ കയ്യിൽ ഒരു കൊഞ്ചാണല്ലോ, കൊഞ്ചു മീൻ, ചെമ്മീൻ. ആ ചെമ്മീന് ലേശം വളഞ്ഞിട്ടൊക്കെ ആണല്ലോ ഉള്ളത്. അതിന് രണ്ട് മീശ പോലുള്ള കുറെ രോമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഭാവനയോടുള്ള ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടാ ഏ ഗിർഗിട്ട് ഔരത്തെ ഹേന. എല്ലാറ്റിനെയും കണ്ടോ, മീശ ഉണ്ടല്ലോ. ദേക്കോ ഹർ കിസി കെ പാസ് മൂച്ചേ ഹെ. മൂച്ചേ എന്ന് പറഞ്ഞാൽ മീശ. മൂച്ചേ ഹെ എന്ന് പറഞ്ഞാൽ മീശ ഉണ്ട്. ദേക്കോ നോക്കിക്കോളൂ, എല്ലാറ്റിനും മീശ ഉണ്ട്. ഹർ കിസിക്കോ എല്ലാവർക്കും, എല്ലാറ്റിനും, എല്ലാ മീനുകൾക്കും. ഹോ, ഇതങ്ങോട്ട് തീരുന്നില്ലല്ലോ എന്റെ ഈശ്വര. അപ്പം മീനിറക്കാണ്. മീനിറക്കാന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ്റെ ഒക്കെ തൊണ്ട് കളയാ, മറ്റു മീനുകളൊക്കെ ക്ലീൻ ആക്കുക. ആ ഹോട്ടലിന്റെ പിറകുവശത്തിരുന്നിട്ട് ഹോട്ടലിലേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള മീനാക്കുകയാണ്. അപ്പോൾ തീരാത്തപ്പം പറഞ്ഞാൽ ഇതങ്ങോട്ട് തീരുന്നില്ലല്ലോ. ഹേ ഭഗവാൻ ഏതോ കദം നീ ഓരഹേ ഹേ. ഹേ ഭഗവാൻ എന്റെ ഈശ്വര, ഏതോ കദം നീ ഓരേ, ഇത് തീരുന്നില്ലല്ലോ, കുറെ മീനുണ്ട്. ഏട്ടാ തന്നോടാരാ ഇതൊക്കെ ചെയ്യാൻ പറയുന്നത്? അപ്പം ഭാവന അത് കണ്ടിട്ട് ഇവനോട് പറയാ, തുമേ യെ സബ് കർണേ കെ ലിയെ കിസ്നെ കഹാ. തുമേ
എന്നോട് ये सब करने के लिए ഇതെല്ലാം ചെയ്യാൻ കിസ്നെ കഹ ആരാ പറഞ്ഞത് ആര് പറഞ്ഞിട്ടാ നീ ഈ പണിയൊക്കെ എടുക്കുന്നത് അവക്ക് ഇഷ്ടമല്ല അവൻ അവിടുത്തെ എല്ലാ കാര്യത്തിലും വന്നിട്ട് തലയിടുന്നത് അവർക്ക് ഇഷ്ടമല്ല പക്ഷെ അവനാണെങ്കിൽ വെറുതെ ഇരിക്കാനും പറ്റില്ല വെറുതെ ഇരുന്നിട്ട് തിന്നണ്ടേ അപ്പൊ എന്തെങ്കിലും പണിയെടുക്കാം അപ്പൊ അവൻ പറയാ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ആകുന്ന സഹായമൊക്കെ ചെയ്യേണ്ടേ അപ്പൊ ഇവരെ കുടുംബത്തിലാണ് അവൻ ജീവിക്കുന്നത് അപ്പൊ ആ കുടുംബത്തിന് വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യണ്ടേ അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ അവള് പറയില്ലേ വെറുതെ ഇരുന്ന് തിന്നാ ഞങ്ങളുടെ പണം പോക്കാനാ ഒരു സഹായവും ഇല്ല എന്തിനാ അവിടെ വെച്ച് അപ്പൊ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും അപ്പൊ തിന്നുന്നതിനുള്ള കാശും പിന്നെ അവന്റെ ചെലവാക്കുന്ന പൈസയൊക്കെ മുതലാക്കണമെങ്കിൽ എന്തെങ്കിലും സഹായം അവൻ അങ്ങോട്ട് ചെയ്തു കൊടുത്താലേ അത് ഈക്കലാവുള്ളൂ അപ്പൊ അത് കാണിക്കാനാണ് അവൻ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ആകുന്ന സഹായമൊക്കെ ചെയ്യേണ്ടത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ സെന്റൻസ് ആക്കി ഹിന്ദിയിൽ പറയാം നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആപ്കെ പരിവാർ മേ രഹത്തെ ഹുവേ നിങ്ങളുടെ ആപ്കെ കുടുംബത്തിന് പറയാ പരിവാർ എന്നാണ് കേട്ടോ പരിവാർ കുടുംബത്തിൽ പരിവാർ മേ രഹത്തെ ഹുവേ ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആപ്കെ പരിവാർ മേ രഹത്തെ ഹുവേ ഇപ്പം പരിവാർ കുടുംബാണെന്ന് നിങ്ങൾക്ക് അറിയണം ജീവിക്കുക എന്ന് പറഞ്ഞാൽ രേന അത് താമസിക്കുക രേന എന്ന് പറഞ്ഞാൽ താമസിക്കുക ജീവിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ജീവിക്കുമ്പം എന്നെ കൊണ്ടാവുന്നതൊക്കെ എനിക്ക് ചെയ്യാലോ എന്നുള്ള മട്ടിലാണ് ബാക്കിയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ആക്കെ പരിവാർ മേ രഹത്തെ ഹുവേ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിനു വേണ്ടി ഉസ് പരിവാർ കേ ലിയേ ഉസ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനു വേണ്ടി പരിവാർ കേ ലിയേ പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബാന്ന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ പരിവാർ കേ ലിയേ ആ കുടുംബത്തിന് വേണ്ടി ഉസ് പരിവാർ കേ ലിയേ അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി ഉസ് പരിവാർ കേ ലിയേ ആവുന്ന സഹായങ്ങളൊക്കെ ചെയ്യേണ്ടേ ജോബി മദത് കർ സക്തേ ഹേ വോ കരേ ജോബി മദത് കർ സക്തേ ഹേ എന്തൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും മദത് എന്ന് പറഞ്ഞ സഹായം എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ വോ കരേ അത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം അല്ലാതെ എങ്ങനെ ഒരു വീട്ടിൽ വെറുതെ ഇരുന്ന് വെറുതെ ഇരുന്ന് അവരുടെ എല്ലാം പിടിച്ചു പറിക്കുക അത് ശരിയല്ലല്ലോ അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്യാം ജോബി മദത് കർ സക്താ ഹേ വോ കരേ മുറ്റമടിയും പാത്രം കഴുകലും അതിന് എക്സാമ്പിൾ പറയാണ് മുറ്റമടിയും മുറ്റടിക്കുന്നതിന് പറയാ ജാഡു മാർണ ജാഡു പറഞ്ഞാൽ ചൂല് കൊണ്ട് അടിച്ചു വരുന്ന നിനക്ക് അത് മുറ്റം തന്നെ ആവണമെന്നില്ല അടിച്ചാലും ജാഡു മാർണ എന്ന് പറയാ ജാഡു മാർണ ഔർ ബർത്തൻ ധോന ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രം ധോന എന്ന് പറഞ്ഞാൽ കഴുകുക അപ്പൊ പാത്രം കഴുകുക ബർത്തൻ ധോന തുണി അലക്കലും മറ്റു പണികളും തുണി അലക്കുന്നതിന് കപ്പട ധോന കപ്പട എന്ന് പറഞ്ഞാൽ തുണി ധോന എന്ന് പറഞ്ഞാൽ കഴുകുക ഏവം അന്യകാര്യം മറ്റു പണികളും അന്യകാര്യം എന്ന് പറഞ്ഞാൽ മറ്റു പണികളും കപ്പട ധോന ഏവം അന്യ കാര്യ തുണി അലക്കലും മറ്റു പണികളും അപ്പോ അടിച്ചുവാരലും പാത്രം കഴുകലും തുണി അലക്കലും മറ്റു പണികളും എല്ലാം ഇതിലെല്ലാം ഞാൻ നിങ്ങളെ സഹായിക്കാം എല്ലാം ഞാൻ ചെയ്തോളാം സബ് കുച്ച് മേ കരൂങ്ക എല്ലാം സബ് കുച്ച് ഞാൻ ചെയ്തോളാം മേ കരൂങ്ക എല്ലാം ഞാൻ ചെയ്തോളാം സബ് കുച്ച് മേ കരൂങ്ക അപ്പൊ ഈ പറഞ്ഞ പണികളെല്ലാം ഇവിടെ നിൽക്കുന്നതിന് പകരമായിട്ട് ഞാൻ ചെയ്തു തരാം ഇതവൻ പറയാ അപ്പം ഭാവന ചോദിച്ചപ്പം പറഞ്ഞ കേട്ടോ നീ നിന്നോട് ആരാ അതൊക്കെ ചെയ്യാൻ പറഞ്ഞ എന്നുള്ള ദേഷ്യത്തിൽ ചോദിച്ചപ്പോൾ അവൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു നമുക്ക് ഇവിടെ നിർത്താം ബാക്കി ഭാഗം വേണമെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം നിങ്ങളാരും കമന്റ് ഇടാത്തത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഇത് നിങ്ങൾക്ക് അത്രമാത്രം മനസ്സിലാവുന്നുണ്ടോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കമന്റ് വളരെ പിശുക്കോട് കൂടിയാണ് നിങ്ങളൊക്കെ എഴുതുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് പ്ലീസ് കമന്റിലൂടെ അറിയിക്കണം